ഇന്നെന്താ ഇത്ര വൈകി? ഓ ഒന്നും പറയണ്ടേ. വരുന്ന വഴി ആ മിലിറ്ററിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി. അവിടുത്തെ പെണ്ണുമ്പിള്ളക്കാണ് മീൻ വേണോ താനും കാശൊട്ട് തരാനും വയ്യ. ഏതാ കുരീക്കല വീട്ടിലോ? ആ അത് തന്നെ ആ ലീസി. അമ്മ ചായ. പിശുക്കാന്നേ. അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം. തറവാട്ടുകാരായാലും അങ്ങനെ. കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞ ആരായിരുന്നു ഒരു കാലത്ത്? കുടിക്ക്. ചോറ്. ചക്കവാരം കഴിഞ്ഞിപ്പോ ചീരവാരാണോ? തമാശകളാ വന്നേ ലേറ്റായി. ഇച്ചേയി അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ എങ്ങനെ ഉണ്ട്? ഓ അതാ തള്ളയുടെ കൂടെ വന്ന് മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയിരിക്കും. ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടനില്ലേ? ഏത് പട്ടരുടെ അവിടുത്തെയോ? ആ നാരായണേട്ടന്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ. ലവ് ജിഹാദ്. അവന് ഹിന്ദു, ആ കൊച്ചു ക്രിസ്ത്യാനിയോ അല്ലേ? പിന്നെ എങ്ങനെ ലവ് ജിഹാദ വന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. എന്നതായാലും ലവ് ജിഹാദ അത് ഉറപ്പാ. അതിരിക്കട്ടെ ചേച്ചി, നമ്മുടെ മീരമൊക്കെ കല്യാണാലോചനയൊന്നും ആയില്ലേ? ഓ അവള് പഠിക്കല്ലേ? പഠിക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം, എന്നെ പോലെ. അല്ലടാ ഞാൻ എന്തിനാ വരുന്നത്? ഒരു പ്രായപൂർത്തിയായ പെൺകൊച്ചുള്ള വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ എങ്ങനെ ചിറ്റമ്മ പോവാ? എന്തുവാ എന്റെ പൊന്നു വെച്ചാട്ടാ, നമ്മളൊരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ പ്രായമായ കാരണന്മാര് വല്ലതും വേണ്ടേ? അതിനാണോ? എടാ പിന്നെ ആ ജഗദമ്പിള്ളയുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ. പ്രസിഡന്റ്, അയ്യപ്പൻ വിളക്കിലുള്ള പിണ്ടി എടുക്കാൻ വന്നതാ. തെങ്ങും പൂക്കലയും കുരുത്തോലയും വേണം. രണ്ടുപേര് പുറകിലോട്ട് ചെല്ല്. വേണ്ട അതൊന്ന് ചയ്യത്തിന് പുറകിലേക്കല്ലേ? ശരി മനസ്സേട്ടാ. ഈടാ നിന്നോട് എത്ര പ്രാവശ്യം ചേട്ടാന്ന് വിളിക്കുന്നു? മകരായിട്ട് എന്താ ചൂടല്ലേ കുറുപ്പേട്ട? അത് പറഞ്ഞപ്പോഴാ മനു അവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്, അതുകൂടെ കൊടുക്കൂ. കഞ്ഞിക്കുള്ള ജഗദമ്പിള്ള വിളിച്ച് പറഞ്ഞായിരുന്നു. കഞ്ഞിക്കോ? പിണ്ടി കെട്ടാൻ പോയാ മതിയായിരുന്നു. എടാ ഈ വീടിന്റെ പുറകിൽ ഇഷ്ടം പോലെ റംബൂട്ടാനും മാങ്ങയുണ്ടല്ലോ. താഴത്തല്ല കല്ലുണ്ട്, നീ മിണ്ടായിരുന്ന പണിയെടുക്കട. റംബൂട്ടാനും മാങ്ങേ നീ വായില് നോക്കി കെട്ടി അടുക്ക്. 5-6 മാസം കൊണ്ട് അവളുടെ പഠിത്തം കഴിയും. നല്ലത് വല്ലതും വന്നാ നോക്കണം. നമ്മുടെ ഒരു ചെറുക്കനുണ്ട് ലണ്ടനിലാ, എഞ്ചിനീയർ ആണെന്നാ പറഞ്ഞേ. നാളും നക്ഷത്രവും പറഞ്ഞായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. ലണ്ടൻകാരനാണെങ്കിൽ എന്ത് നാളും നക്ഷത്രം. അല്ല നിങ്ങൾ ഇനി നാട്ടിലുള്ള വല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത്? സർക്കാർ ഉദ്യോഗം വേണ്ട. നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലിയല്ലേ, എന്തോ കിട്ടാനാ. നമുക്ക് ആ ലണ്ടൻകാരനെ തന്നെ നോക്കാം. നല്ല കൂട്ടരാ. ചെറുപ്പം മുതൽ അറിയുന്ന പയ്യന്റെ മുത്തച്ഛനെ അധികാരിയായിരുന്നോ? അല്ല പയ്യൻ എവിടുത്തെയാന്നാ പറഞ്ഞത്? പറഞ്ഞാ ചിലപ്പോ പ്രസിഡന്റ് അറിയുമായിരിക്കും. പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ, അരവിന്ദാക്ഷൻ നായർ. സുശീലേ, മോഹൻലാലിന്റെ തറവാടുമായി ബന്ധമുള്ളവരാ. ഒന്നടങ്ങു മനു. എങ്ങനെ അടങ്ങാൻ? ഒന്നുമില്ലെങ്കിലും ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ, അപ്പൊ കല്യാണത്തിന് ലാലേട്ടൻ വരും. നീ കിട്ടിയിട്ട് ഇപ്പൊ ആര് വരാനാ? അതൊക്കെ ചുമ തള്ളുന്ന പുള്ളി തിരുവനന്തപുരത്തുകാരനാ. ആര് പറഞ്ഞു? പുള്ളി ജനിച്ചത് ഇവിടെ അല്ലേ? പിന്നെ ഇലന്തൂര്. നല്ല ഒന്നാന്തരം പത്തനംതിട്ടക്കാരൻ. പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായി പുള്ളി. പക്ഷെ വിട്ടോടുക്കത്തില്ല. നീയൊക്കെ പിടിച്ചോണ്ടിരുന്നോ? എന്നാ കയറുപിടി പിടിക്കേ. നടക്ക് പിള്ളേരെ, ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള. വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുമന്ന് പോവാ കാമുകൻ. അവിടെ കൊടുക്കട്ടെ. ചൂടുണ്ട്. ഉപ്പ് ചൂട് സൂക്ഷിക്കണം. ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാ വാ.
വരട്ടെ, 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 വരട്ടെ. പോലെ. ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കോ, അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി. താടക. എന്താ ചേച്ചി, ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞല്ലോ. മോളെ അതൊക്കെ നോക്കുന്നേ, അവള് വരുമ്പോ ഞാൻ പറയാം. ആര് നോക്കിയാലും കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾക്ക് എന്തായാലും ക്വാർട്ടറിലെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. പറഞ്ഞ പോലെ റിപ്പോർട്ട് ഓ ഒന്നുമില്ലെന്നേ, ബാങ്കിൽ നിന്ന് പശുവിനെ നോക്കാൻ വന്നതാ. ഓ, ഞാൻ വിചാരിച്ചു വല്ല ജപ്തി ആയിരിക്കും. അയ്യോ, ജപ്തിയല്ല, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ. ആ അതന്നെ. എന്താ മോന്റെ പേര്? ആ, ശ്രീശങ്കർ. ചേച്ചി ഇതൊന്ന് പിടിക്കൂ. എവിടെ സ്ഥലം? ഞാൻ കൊച്ചിയിലായിരുന്നു. ഇവിടുത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസം അത്രയായിട്ടുള്ളൂ. ഞാൻ ശരിക്കും കോന്നിക്കാരനാ. കോന്നിയിലോ? അവിടെ എവിടെയാ? ഒരു മങ്ങാരത്ത് ശ്രീധരൻ കർത്തെ അറിയോ? ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത്. മോൻ ഇരിക്കെ, ഞാൻ ചായ അയ്യോ, എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട. മോന ആദ്യമായിട്ട് വരികയല്ലേ, ചായ കുടിച്ചിട്ട് പോയാ മതി. അവിടെ ഇരിക്കെ. ഹായ്. ഹായ്. ആരമ്മയത്? ബാങ്കിൽ നിന്ന് വന്നതാ. പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ. മങ്ങാട്ടത്തെയാ, വലിയ കുടുംബക്കാരാ. വെറുതെ അല്ല അമ്മ ഈ ചായ തിളപ്പിക്കുന്നേ, ചേച്ചിക്ക് നോക്കാനല്ലേ. മനസ്സിലായി. കൂടി അവിടുന്ന് ഇവളുടെ ഒരു കാര്യം. എവിടുന്നാ? ഞാൻ ബാങ്കിൽ നിന്ന് മറ്റേ ലോണിന്റെ പശു ഇൻസ്പെക്ഷൻ. മനസ്സിലായി. അതെ, ലോണിന്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട, അമ്മയ്ക്ക് ടെൻഷനാവും. ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ. ഞാനെന്നാ അല്ല, അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല വേണ്ട, ഞാൻ അയ്യോ വേണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇരിക്കും. അല്ല വേണ്ട, കുഴപ്പമില്ല. ഇപ്പൊ വരാം. ഇതാരാ? അയ്യോ, ആ കുട്ടി എവിടെ പോയി? പോയോ? ആരമ്മത്? നിനക്ക് വേണോട്ടോ ചായ? വാങ്ങിച്ചോ. അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച ചായ. തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കള്. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛന്റെ അമ്മായിയുടെ മോൾ അംബുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ രണ്ടാളും കൂടെ പോയത്. പിന്നീട് അവരെ കുറിച്ച് വല്ല വിവരം? പിന്നീട് ഒരു പൂരത്തിന് പാപ്പാഞ്ചിറ്റപ്പം മരിച്ചു. ആന കുത്തിയതാണോ അംബുജാക്ഷി ചവിട്ടിയതാണോ എന്നറിയില്ല. അമ്മ ഇതിലെ ഇലക്കിട്ടിരുന്നല്ലേ? അങ്ങനെ ഒരു പറ്റി. മാറിക്കടി. നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇട്. ഏത് പടത്തിലെ പാട്ടാ ചേട്ടാ? പ്രായക്കര പാപ്പാന്റെ ഏതെങ്കിലും പാട്ടിടൂ. നീ ഇവിടെ ഇതേ പറയാം. കണ്ണങ്കര ഇറങ്ങാനുള്ളവർ ഇറങ്ങിക്കേ. വായോ വാ. നീ പറഞ്ഞ ഡോർ അടക്കണേ. ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ?
വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറിക്ക് ആയിട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ആ നമ്മളെ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോരി ഇപ്പൊ തുടങ്ങുന്നത്? മീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദാണോന്ന് അറിയാനാണോ? ഒന്ന് പോച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ആ ഞാൻ ഇരിക്കുവാണേ. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, ആ എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചീ, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ആ ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേർന്നേ. നോക്കേ ചേച്ചി. ഒഴി എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവള് ശലഭ. ഹലോ, ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തു പറ്റി? പാലക്കാട് മറ്റം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല, KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല, കറക്റ്റ് ടൈം അല്ല, ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരമ്മേ? ആരാ? അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ. MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടെ. ആ അവർ പോവാ. സൂക്ഷിച്ച് പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ട് പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ, അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ. ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. അതെ അതെ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനുന്റെ ലൈനല്ലേ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പറഞ്ഞതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും.